പിന്നെ സുഗുവിനെ പറ്റി പറയുകയാണെന്ന് വരില്ല, എത്രയോ വർഷങ്ങളായിട്ട് ഞങ്ങൾ എത്രയോ സിനിമകൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. അന്നും ഇന്നും ഒരുപോലെ എന്നെ പൊന്നു എന്നാണ് വിളിക്കണേ. അപ്പോൾ ഞാൻ സുഗു എന്നും വിളിക്കും. അപ്പോൾ പലരും ഈ സുഗു വന്നില്ലേ, സുഗു ഏത് സുഗു എന്ന് ചോദിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഒരു മാനസിക അടുപ്പമാണ്. എത്രയോ വർഷങ്ങളായി അത്. അതായത് സുഗു സെറ്റിലുണ്ടെങ്കിൽ അവിടെ ഭയങ്കര ഒരു ബഹളമാണ്. ഈ എല്ലാവരോടും തമാശയും പറഞ്ഞ് അതും പറഞ്ഞ് ഇതും പറഞ്ഞ് ഭയങ്കര, എവിടെ പോയാലും എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരും, എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ട് വരും, എന്നിട്ട് എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കും. അങ്ങനെയൊക്കെ ഉള്ളൊരു സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് സുകുമാരിയമ്മ. ഇളയ സഹോദരനായ ചന്ദ്രേട്ടൻ്റെ മകളാണ് ശോഭന. അവൾ 10-14 വയസ്സുള്ളപ്പോഴാണെന്ന് തോന്നുന്നു ബാലേന്ദ്ര മേനോൻ്റെ പടത്തിൽ അഭിനയിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ വന്നത് കാണാമറയത്ത് എന്ന സിനിമയിലാണ്. അപ്പോൾ സിനിമയുടെ ഒരു സിനിമാക്കാരുടെ കുടുംബത്തിലാണ് ജനിച്ചെങ്കിലും ഇവൾക്ക് അതൊന്നും അറിഞ്ഞുകൂടാ. ആരോടെങ്ങനെ പെരുമാറണം, എന്ത് ചെയ്യണം, എല്ലാം ഡോൺ കെയർ. ആരോടും അങ്ങനെ ഒരു എന്നാൽ ഡയറക്ടർ ബബീതോടെ പെരുമാറണം, അല്ലെ സിനിമ വലിയ ആർട്ടിസ്റ്റിനോടൊക്കെ അങ്ങനെയൊന്നും ഒരു കാര്യവും അറിയില്ല. അപ്പോൾ ഒരു ഫസ്റ്റ് ഡേ ആണെന്ന് തോന്നുന്നു, ഡ്രസ്സ് തയ്ച്ചു കൊണ്ടുവന്നു. ഡ്രസ്സ് അമ്മ ഇത് കൊഞ്ചം പോട്ട് പാരുങ്ക എന്ന് പറഞ്ഞു. അപ്പോൾ ഡ്രസ്സ് ഇട്ടിട്ട് എന്തോ ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പോൾ എല്ലാം അഴിച്ചിട്ടിട്ട് കോസ്റ്റ്യൂമറുടെ മുഖത്തേക്ക് എറിഞ്ഞുകൊണ്ട് ഇന്നയ്യാ തയ്ച്ച് വെച്ചിരിക്കുക നീ ഒക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം അവിടെ. അപ്പം ഞാൻ പറഞ്ഞു, മോളെ ഇങ്ങനെയൊന്നും ആരോടും പറയരുത്. ഇല്ല ആൻറ്റി, എന്നാ എന്നാ തച്ച് വെച്ചിരിക്കാം, അളവെടുത്തിരിക്കേ എന്നാ തച്ച് വെച്ചിരിക്കാമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര. ഞാൻ പറഞ്ഞു അവരോട് ശരിയാക്കാൻ പറഞ്ഞാൽ മതി, സോഫ്റ്റായിട്ട് പറയണം എല്ലാവരോടും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. എന്നോട് എന്നെ വലിയ ഇഷ്ടമാണ്. അതുപോലെ തന്നെ എനിക്കും. എൻ്റെ കൊച്ചുമോൾ നന്നായിട്ട് ഡാൻസ് ചെയ്യും. ഇവൾ ഡാൻസ് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ശോഭനയാണ് ഓർമ്മ വരിക. മനസ്സിലായോ? അപ്പോൾ ഇപ്പം ഞാൻ അടുത്ത് പാലക്കാട് വെച്ച് കണ്ടു. അപ്പം മേഘതീർത്ഥത്തിൻ്റെ ഷൂട്ടിങ് നടക്കുമ്പോൾ പാലക്കാട് അവൾ സ്വരലയയുടെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ പടത്തിൽ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഹീറോയിൻ ക്യാരക്ടർ ചെയ്യാനായിട്ട് പുള്ളിക്കാരിയെ ഞാനൊന്ന് സൂചിപ്പിച്ചു. അപ്പോൾ പറഞ്ഞു, അയ്യോ ആൻറ്റി എനിക്ക് സമയമില്ലല്ലോ ആൻറ്റി, ഞാനിതിലിങ്ങനെ അങ്ങ് ഇൻവോൾവായി ഡാൻസുമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. കണ്ടുടനെ എന്നെ അങ്ങ് കെട്ടിപ്പിടിച്ച്. അപ്പോൾ അങ്ങനെ ഒരു അടുപ്പമുണ്ട്. എപ്പോഴും കാണുന്നില്ലെങ്കിലും വിളിക്കുന്നില്ലെങ്കിലും ഒരു മാനസിക ബന്ധം തീർച്ചയായും. അത് പത്മിനിയുടെ സഹോദരൻ്റെ ലളിതയുടെയും രാഗിണിയുടെയും ഒക്കെ സഹോദരൻ്റെ മോളായതുകൊണ്ടാണോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഭയങ്കര ഒരു സുകുമാരിയമ്മയുടെയും കസിൻ്റെ മകളാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര ബന്ധമാണ് ശോഭനയോട്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പെൺകുട്ടി.